നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീലേശ്വരത്ത് പാമ്പുകടിയേറ്റ അധ്യാപികയുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. കടിച്ചത് വിഷമില്ലാത്ത പാമ്പ്. പൊന്നോണത്തെ വരവേൽക്കുവാൻ കാസർഗോഡ് ഒരുങ്ങി. നഗരത്തിൽ പൂവിപണി ഉൾപ്പെടെ സജീവം. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ഗ്രൗണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ വയനാട് ദുരന്തബാധിതർക്കായി ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞു നാറുന്നതായി പരാതി. അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി ടി ശിൽപ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യം. BMS മോട്ടോർ യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. നീലേശ്വരത്ത് പാമ്പുകടിയേറ്റ അധ്യാപികയുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. കടിച്ചത് വിഷമില്ലാത്ത പാമ്പ്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും പടിഞ്ഞാറ്റൻകുഴുവൽ സ്വദേശിനിയുമായ വിദ്യയ്ക്കാണ് പാമ്പുകടിയേറ്റത്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയ്ക്ക് പാമ്പുകടിയേറ്റു. പടിഞ്ഞാറ്റൻകുഴുവലിലെ വിദ്യയ്ക്കാണ് പാമ്പുകടിയേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയോടെ സ്കൂളിലെ കോപ്പറേറ്റീവ് സ്റ്റോറിന് സമീപത്ത് വെച്ച് വരാന്തയിൽ നിന്നുമാണ് വിദ്യയ്ക്ക് പാമ്പുകടിയേറ്റത്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയ സമയത്താണ്, വരാന്തയിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇത് കടിച്ചത്. ഇവിടെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു, ഓണാഘോഷമായതുകൊണ്ട്. പിന്നെ അപ്പൊ തന്നെ ഞാൻ അതിനെ കൊന്ന് അധ്യാപകരെല്ലാം വന്ന് എന്നെ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു 1 മണിക്കൂറും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ചെയ്യാൻ നാളെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. വിഷമില്ലാത്ത പാമ്പെന്നാ പറഞ്ഞേ, ബ്ലഡില് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. അധ്യാപികയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെന്ന് സ്ഥിരീകരിച്ചു. അധ്യാപിക കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. അധ്യാപികയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലിരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊന്നോണത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങി. കാസർഗോഡ് നഗരത്തിൽ പൂവിപണി ഉൾപ്പെടെ സജീവമാണ്. ഇതര സംസ്ഥാനത്തിൽ നിന്നടക്കമുള്ള നിരവധി പേരാണ് പൂക്കൾ വിൽക്കുവാൻ നഗരത്തിൽ എത്തിയിട്ടുള്ളത്. മഴയൊഴിഞ്ഞു നിൽക്കുന്നതിനാൽ മികച്ച കച്ചവടമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഓണത്തെ വരവേൽക്കുന്നതിനായി കാസർഗോഡ് പൂവിപണി ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തെ വർണ്ണാഭമാക്കുന്ന രീതിയിലാണ് പൂക്കച്ചവടക്കാർ പൂവിപണി ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ വിപണിയെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. മലയാളിയുടെ വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ ഇത്തവണയും മറുനാടൻ പൂക്കൾ എത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 മുതൽ 200 രൂപ വരെയാണ് വില. റോസ് 200, ജമന്തി 100, വാടാമല്ലി 200 തുടങ്ങിയവയാണ് നിലവിലെ വില. എല്ലാ വർഷവും കച്ചവടത്തിനായി കാസർഗോഡ് എത്തുന്നതാണെന്നും ഈ പ്രാവശ്യം മഴ ഒഴിഞ്ഞു നിൽക്കുന്നതിനാൽ നല്ല കച്ചവടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കർണാടക ഹാസൻ സ്വദേശി ಮಂಜೇಗೌಡ പറയുന്നു. 4-5 ಥರ ಇದೆ ಹೂವು. ಗುಲಾಬಿ, ಶಾವಂತಿಗೆ, ವೈಟ್ ಜನ್ಯ, ಚೆಂಡು ಹೂವು 4-5 ಥರ ಇದೆ. ಬೆಲೆಗಳು ಚೆಂಡು ಹೂವಿಗೆ 100 ರೂಪಾಯಿ, ಕಿಲೋ 100 ರೂಪಾಯಿ, ಗುಲಾಬಿಗೆ 200 ರೂಪಾಯಿ, ವೈಟು ಅದು 200 ರೂಪಾಯಿ kg, ಎಲ್ಲ 100-200 ರೂಪಾಯಿ ಇದೆ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ പൂക്കൾ ആവശ്യപ്പെട്ട് എത്താനുള്ള സാധ്യത കുറവാണ്. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സ്വകാര്യ വ്യക്തികളുടെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപകമായി നടത്തിയിരുന്നു. ഇതിനാൽ പ്രാദേശിക വിപണിയിൽ ഈ പൂക്കളും ധാരാളമായി ലഭിക്കുന്നത് ഓണം ആഘോഷിക്കുന്നവർക്ക് ആശ്വാസമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ കുറവാണെങ്കിലും ആവശ്യക്കാർ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ഗാദ CM, KCN ന്യൂസ്, കാസർഗോഡ്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഗ്രൗണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. 1 കോടി രൂപയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ ചെലവ്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സിന് പോയിട്ട് എന്ത് കിട്ടാനാണെന്നൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിയത്. ഈ കായിക മേഖല, അതിൽ സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലുകൾ നമുക്കതിൽ ലഭ്യമാകും. ഇപ്പോൾ തന്നെ നമ്മൾ 2025 കൂടി
10,000 പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഏകദേശം 4,000 ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിന് പുതിയ PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. സ്പോർട്സ് സയൻസ്, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സിലുള്ള മാനേജ്മെൻറ്റ്, MBA അടക്കമുള്ള 5 കോഴ്സുകൾ നമ്മൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഇപ്പോൾ ആരംഭിച്ചു. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ അധ്യയന വർഷം LSS, USS, SSLC, +2 പരീക്ഷകളിൽ അക്കാദമിക മികവ് പുലർത്തിയ കുട്ടികളെയും മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്കൂളിലെ SPC കേഡറ്റുകളെയും അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശകുന്തള, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AG അജിത് കുമാർ, വാർഡംഗങ്ങളായ M. ശ്രീജ, KT ലത, PTA പ്രസിഡന്റ് M. ഗംഗാധരൻ, SMC ചെയർമാൻ K. സുകുമാരൻ, കാഞ്ഞങ്ങാട് DEO അരവിന്ദ, ചെറുവത്തൂർ BPC സുനിൽകുമാർ, പ്രിൻസിപ്പാൾ N. ഗിരിജ, കായിക യുവജന കാര്യാലയ വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ T. അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശാന്ത സ്വാഗതവും സ്കൂൾ ഹെഡ്മാസ്റ്റർ VK സക്കറിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ വയനാട് ദുരന്തബാധിതർക്കായി ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞു നാറുന്നതായി പരാതി. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. വയനാട് ദുരന്തബാധിതർക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ ചീഞ്ഞു നാറുന്നതായി പരാതി. വയനാട്ടിലേക്ക് അയക്കുവാനെത്തിച്ച സാധനങ്ങൾ അയച്ചു നൽകാതെ യാതൊരു സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ കൂട്ടിയിട്ടതും അത് നശിക്കാനിടയായതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടാകുവാൻ കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. ദുരിതമുണ്ടായപ്പോൾ കൈമീ മറന്നാണ് വയനാട്ടിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും അവശ്യവസ്തുക്കളും ശേഖരിക്കുവാൻ സന്നദ്ധ പ്രവർത്തകരും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. തങ്ങൾ നൽകിയ വസ്തുക്കൾ ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് ഇവർക്കും വേദന നൽകുന്നു. ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചപ്പോൾ ഇപ്പോൾ അയക്കേണ്ടതില്ല എന്ന് വയനാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ലഭിച്ചുവെന്നും ഇതിനാലാണ് ഇവ വയനാട്ടേക്ക് അയക്കാത്തതെന്നുമാണ് വിഷയത്തിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖിന്റെ വിശദീകരണം. വയനാട്ടിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് സാധനങ്ങൾ കളക്ട് ചെയ്തതിന് അത് ഇതുവരെ അവിടേക്ക് എത്തിച്ചിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് അറിയുന്നത്. അന്നേരം ആ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്താണ് കളക്ടറിൻ്റെ ഒരു ഓർഡർ വന്നത്. ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ അതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ ഇപ്പോൾ ആവശ്യം ഇല്ല, തൽക്കാലം ആവശ്യമില്ല, ഇനി ആവശ്യം വരും, ആ സമയത്ത് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇതാണ് വന്നത്. അങ്ങനെ ഈ ഓണം ലീവിൻ്റെ സമയത്ത് ഞങ്ങൾ ഇന്നലെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഓണം ലീവിലായിരുന്നു നമ്മൾ പോയി അതിനവിടെ എത്തിച്ചു വരാമെന്ന് പ്രസിഡൻറ്റും മറ്റുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എല്ലാം ഇരുന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. അതിന് ഏതായാലും ദിവസത്തിനുള്ളിൽ അവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ വയനാട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് നൽകാമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള അനാസ്ഥ ഒരിക്കലും സംഭവിക്കരുതായിരുന്നുവെന്നുമാണ് പലരും പ്രതികരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D. ശില്പ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D. ശില്പ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെ പറ്റി കവറേജ് കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. നാട്ടുകാർക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ത്രൂ ആണത് നാട്ടുകാർ അറിയുന്നത്. സോ നമ്മൾ ഒരു നല്ല ഇക്വേഷൻ കൊണ്ടാണ് അത്യാവശ്യമാണ്. സോ വി വിൽ ഡു ഇറ്റ് വെരി സൂൺ. ഈ ഓണം, ഈ പ്രാവശ്യത്തെ ഓണം ആക്ച്വലി വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ബിക്കോസ് ഓഫ് ദ ട്രാജഡി എല്ലാ സ്ഥലത്തും വളരെ ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ബട്ട് നെവർദലെസ് ഓണം മലയാളികൾക്ക് ഒരു സ്റ്റേറ്റ് ഫെസ്റ്റിവലാണ്. അതൊരു നല്ല സെലിബ്രേഷൻ തന്നെയാണ്. ഒരു ചെറിയ രീതിയിലായാലും നമ്മൾ ഓണം ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KV പത്മേഷ് സ്വാഗതം പറഞ്ഞു.
പ്രസ് ക്ലബിൻ്റെ നിയുക്ത പ്രസിഡന്റ് സിജു കണ്ണൻ, നിയുക്ത സെക്രട്ടറി പ്രദീപ് നാരായണൻ, മറ്റ് മാധ്യമപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. പത്രപ്രവർത്തകരുടെ മക്കളിൽ നിന്നും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പോലീസ് ചീഫ് D. ശിൽപ ഇവർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു. പത്രപ്രവർത്തകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റി മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി A. ഷാഹുൽ ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUC മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റി മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി A. ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘാതകരായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സത്യൻ C. ഉപ്പള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാജി NC, വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ പാലടുക്ക, കോൺഗ്രസ് നേതാക്കളായ IRDP ഇബ്രാഹിം, ഇർഷാദ് മഞ്ചേശ്വർ, പുത്തികെ പഞ്ചായത്ത് മെമ്പർ കേശവ, VP മഹാരാജൻ, INTUC ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ജെസ്സി കണ്ണത്തീർത്ത സ്വാഗതവും ചന്ദ്രശേഖര കുമ്പള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BMS മോട്ടോർ യൂണിയൻ. അനധികൃതമായ സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്തും മതിയായ രേഖകളില്ലാതെയും നിരവധി റിക്ഷകൾ ടൗണിൽ സർവീസ് നടത്തുന്നതിനാൽ മറ്റ് ഓട്ടോ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളതെന്നും ഇതിന് പരിഹാരം വേണമെന്നും യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BMS മോട്ടോർ യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. അനധികൃതമായി സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്തും മതിയായ രേഖകളില്ലാതെയും നിരവധി റിക്ഷകൾ ടൗണിൽ സർവീസ് നടത്തുന്നതിനാൽ മറ്റ് ഓട്ടോ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളതെന്നും ഇതിന് പരിഹാരം വേണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചാണ് BMS മോട്ടോർ യൂണിയൻ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. വർഷങ്ങളായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന നഗരത്തിലെ ഓട്ടോ സ്റ്റാൻഡുകൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി മാറ്റിയത് ശരിയായ രീതിയല്ലെന്നും ഇതെല്ലാം ഓട്ടോ തൊഴിലാളികളെ ബാധിക്കുന്നതായും ഈ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവർ പരാതി നൽകിയിട്ടുണ്ടെന്നും BMS ജില്ലാ ഓട്ടോ യൂണിയൻ പ്രസിഡന്റ് K. വിശ്വനാഥ് ഷെട്ടി, വൈസ് പ്രസിഡന്റ് SK ഉമേഷ്, ജില്ലാ കമ്മിറ്റി അംഗം A. കേശവ എന്നിവർ പറഞ്ഞു. KSRTC മുൻവശത്ത് അപ്സര ബിൽഡിങ്ങിന് മുമ്പിൽ ഒരു സീബ്ര ലൈൻ ഉണ്ട്, പഴയ സീബ്ര ലൈൻ. അത് ഇന്നലെ ചെയർമാനെ കണ്ടു, ഞങ്ങൾ PW എഞ്ചിനീയറെ കണ്ടു. ആ സീബ്ര ലൈൻ വരുന്നത് നേരെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കാണ്. അപ്സരൻ്റെ മുമ്പിൽ നിന്ന് നേരെ KSRTC റിക്ഷ സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്ക്. അപ്പോൾ അതിലെ കട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി മറ്റേ കമ്പി റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീബ്ര ലൈന് അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പോലീസ് വന്നിട്ട് ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ സീബ്ര ലൈനിൽ വണ്ടി വെക്കാൻ പാടില്ല. ശരിയാണ്, സീബ്ര ലൈനിൽ വണ്ടി വെക്കാൻ പാടില്ല. പക്ഷേ അത് ജനങ്ങൾക്ക് ഉപകാരമില്ല, ഞങ്ങൾക്ക് റിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് എത്രയും ആ ജനങ്ങൾക്ക് ഉപകാരം എന്ന രീതിയിൽ KSRTC മുൻവശത്ത് കുറച്ച് സ്ഥലമുണ്ട്, ആടെ ഈ സീബ്ര ലൈൻ ഇടണം. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമാവും. അതേമാതിരി അല്ലെങ്കിൽ ജനാർദ്ദൻ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർക്ക് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കാനും മറ്റുള്ള ജനം കിടക്കാനും ആടെ സീബ്ര ലൈൻ ഇട്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരമാവും. ഇപ്പോൾ നിലവിലുണ്ട് സീബ്ര ലൈന് ജനങ്ങൾക്ക് ഉപകാരമില്ല, റിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടായിന്. അതുമാത്രം ഇപ്പോൾ കാസർഗോഡ് ടൗണിലെ ഇഷ്ടം പോലെ റിക്ഷ ഉണ്ട്. അതിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഒരു KSM എന്ന് പറഞ്ഞിട്ട് നമ്പർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് KSM നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു വിലയില്ലാത്തായി. എല്ലാവരും അവർക്ക് തോന്നിയ നമ്പർ ഇട്ടിട്ട് വണ്ടി ഓട്ടുന്നുണ്ട്. അതേമാതിരി ഏകദേശം 4000 അന്താജ് റിക്ഷ ഉണ്ടാവുന്നതാണ് ഞങ്ങളെ കണക്ക്. പക്ഷെ അത് പാർക്കിംഗ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇല്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ റിക്ഷകൾക്ക് നിലവിൽ ഉണ്ട സ്റ്റാൻഡ് മാറ്റാത്ത പുതിയ സ്റ്റാൻഡുകൾ അംഗീകരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയോടും RTOയോടും പറയാനുള്ളത്. അതിന് വേണ്ട വ്യവസ്ഥ പെട്ടെന്ന് ചെയ്യണം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി സംഘടനയുടെ യോഗവും ചേർന്നിരുന്നു. യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ശാസ്ത്രമേളയുടെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കൈക്കോട്ടുകടവ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ശാസ്ത്രമേള വളരെ നന്നായി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് സംശയം. കാരണം നല്ല ഒരു മാനേജ്മെന്റ്, അതുപോലെ ഒരുപാട് സ്റ്റാഫുകൾ അടങ്ങിയ ഒരു വലിയ ടീം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ സ്കൂൾ PTA പ്രസിഡന്റ് S. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു.
ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ മേളയുടെ വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VP സുനീറ, E ശശിധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ, പ്രധാനാധ്യാപകൻ B വിനോദ് കുമാർ, സ്കൂൾ മാനേജർ PP അബ്ദുള്ള, MB ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലെ കൺവീനർമാരായ P സനീഷ് കുമാർ, KV മധു, M ദേവദാസ്, CP വിദ്യ എന്നിവർ ശാസ്ത്രമേളയിലെ പരിപാടികളുടെ രൂപരേഖ നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ശാസ്ത്രമേള നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ ജനറൽ കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരൻ ട്രഷററുമായി 150 അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂളുകൾ 10 ദിവസത്തെ ഓണാവധിക്ക് അടച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കിയും 10 കൂട്ടം കറികളോടെ സദ്യയുമൊരുക്കിയാണ് ഭൂരിഭാഗം വിദ്യാലയങ്ങളും ഓണം ആഘോഷിച്ചത്. പഠനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയം ഉൾക്കൊള്ളുന്ന പൂക്കളങ്ങളും മാവേലി എഴുന്നള്ളത്തും വിദ്യാർത്ഥികൾക്ക് കായിക മത്സരങ്ങളുമായാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓണം ആഘോഷിച്ചത്. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ മെഗാ പൂക്കളം ഒരുക്കി. അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് വർണ്ണപ്പൂക്കളം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരത്ത് പാമ്പുകടിയേറ്റ അധ്യാപികയുടെ നില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. കടിച്ചത് വിഷമില്ലാത്ത പാമ്പ്. പൊന്നോണത്തെ വരവേൽക്കുവാൻ കാസർഗോഡ് ഒരുങ്ങി. നഗരത്തിൽ പൂവിപണി ഉൾപ്പെടെ സജീവം. ചീമിനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ഗ്രൗണ്ട് ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിൽ വയനാട് ദുരന്തബാധിതർക്കായി ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ചീഞ്ഞു നാറുന്നതായി പരാതി. അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി D ശിൽപ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യം. BMS മോട്ടോർ യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.